ചെമ്മണ്ണൂർ, ഈ കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ദേഹാസ്വാസ്ഥ്യമടക്കം ഉണ്ടായ പശ്ചാത്തലമുണ്ടാകുന്നു, തളർന്നിരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷമാണിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ സാങ്കേതികമായി മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഡോക്ടർമാർ തന്നെയാണ് വിലയിരുത്തി പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഡാനി, ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയുന്ന സ്ഥിതിക്ക് അതിപ്പോൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്നത് ഡോക്ടർമാരാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ആ പരിശോധനകൾ പ്രാഥമികമായി പൂർത്തിയാക്കുമല്ലോ. അതിനുശേഷമായിരിക്കുമല്ലോ കൃത്യമായ ഒരു റിപ്പോർട്ടിലേക്ക് ഡോക്ടർമാർ എത്തുക. പിന്നീടുള്ള നടപടികൾ പോലീസും തീരുമാനിക്കുക. അതെ, തീർച്ചയായും തന്നെ അത് തന്നെയാണ്. കാരണം ആ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഫിറ്റ്നസിനെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ വീഡിയോ സന്ദേശങ്ങളിലൂടെയും മറ്റും എല്ലാവർക്കും തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വസ്തുതാപരമാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് രീതിയിൽ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അത് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് വീണു, അതിൽ പരിശോധന നടത്തും. ഒപ്പം അദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഡോക്ടർമാരുടെ അടുത്ത് ആവർത്തിക്കുകയാണെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട്, അതോടൊപ്പം കാലിന് പരിക്കേറ്റിട്ടുണ്ട്, അൾസറുണ്ട്, ഇതുമൂലം തനിക്ക് ഒരു കൃത്യമായ ഒരു രീതിയും കാര്യങ്ങളും ചികിത്സയും കിടപ്പും എല്ലാം തന്നെ ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തനിക്ക് ജയിലിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ, തന്റെ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും. ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അത് തന്റെ ആരോഗ്യത്തെ തന്നെ ജീവനത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാം തന്നെ അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ഡോക്ടർമാർ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര കണ്ട് ഗുരുതരമാണ് എന്നത് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഒരു വിടുതൽ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പലപ്പോഴും പല കേസുകളിലും നമ്മൾ ഇതുപോലെ സമാനമായ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില പ്രതികൾ ഇങ്ങനെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്, ചിലർക്ക് ആശുപത്രിവാസം അനുവദിച്ച് കിട്ടാറുണ്ട്, ആശുപത്രിയിൽ നിന്ന് ജാമ്യം എടുക്കുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. ആ രീതിയിലേക്കെല്ലാം കാര്യങ്ങൾ പോകുമോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും ഡോക്ടർമാരാണ് കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള വാദം ആയിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചത് എങ്കിലും ആ വാദങ്ങൾ കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചത്. ബോബി ചെമ്മണ്ണൂരിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, അത് തെറ്റായ സന്ദേശമായി മാറും. മാത്രവുമല്ല ഇനിയും മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വ്യവസായ പ്രമുഖൻ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുമ്പോൾ ആ വാദങ്ങൾക്ക് കോടതി പ്രാഥമികമായി അംഗീകാരം നൽകുകയാണ് ചെയ്തത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ ആയിരുന്നു നടന്നത്. അതിനൊടുവിലാണ് കോടതി ജാമ്യം നിഷേധിക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയും ചെയ്യുന്നത്. ഒപ്പം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അതെന്തുമാകട്ടെ, എന്തൊക്കെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെയും ഒപ്പം പ്രോസിക്യൂഷന്റെയും പ്രധാനപ്പെട്ട വാദങ്ങൾ? അഭിലാഷ്, അതായത് നടി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. താൻ മഹാഭാരതത്തിലെ കുന്തിദേവിയോട് ഉപമിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, അതിനെ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ, ആ പ്രോഗ്രാമിന്റെ വീഡിയോ കാണണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയുണ്ടായി. 2 തവണയും പ്രോഗ്രാമിന്റെ വീഡിയോ കാണണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും അതേസമയം അത് കാണേണ്ടതില്ല എന്ന് പിന്നീട് കോടതി തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് സമൂഹത്തിന്, അതായത് ഇത്തരത്തിൽ സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ വീഡിയോകളിലും അത്തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ മെസ്സേജ് നൽകുമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ ഒരു, അതായത് ബോബി ചെമ്മണ്ണൂർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. നല്ല രീതിയിൽ ഉപയോഗിച്ച വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നേരത്തെ മുതൽ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ മുതൽ അന്വേഷണ സംഘ തലവൻ ACP C ജയകുമാർ നമ്മളോട് പ്രതികരിച്ചത് അത് ഓഫ് ദ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോകൾ, അതല്ലെങ്കിൽ നിരവധി ഇന്റർവ്യൂകൾ, ഇത്തരത്തിൽ
ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള വീഡിയോകൾ, ഇതൊക്കെ അതായത് ഹണി റോസുമായി ബന്ധപ്പെട്ട അല്ലാതെ തന്നെ അദ്ദേഹം ഓൾറെഡി അത്തരത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ടും അതുപോലെ അദ്ദേഹം ഇത്തരത്തിലാണ് സ്ത്രീകളെ പറ്റി പരാമർശിക്കുന്നത് എന്നുള്ള തരത്തിൽ എന്ന മെസ്സേജ് അല്ലെങ്കിൽ എന്ന് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് അക്കാര്യത്തിലുള്ള സഹായം ആളുകളിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് തന്നെ പോലീസ് ഭാഗത്തു നിന്നും വ്യക്തത ഉണ്ടായിരുന്നു. അത് മാത്രമല്ല BNS 75-1 4 അതായത് ലൈംഗിക അധിക്ഷേപം, സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നതിന്റെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 ഡിവിഡന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പായിരുന്നു ചുമത്തിയിരുന്നത്. 1ഉം 4ഉമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ, അതായത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്ത്രീകൾക്കെതിരെ ഏത് തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം നടത്തിയാലും, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ലൈംഗിക അധിക്ഷേപം, സ്ത്രീകളെ പറ്റി മോശമായി സംസാരിക്കും, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതൊക്കെ ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗത്തിൽ പെടുമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശം കൂടി നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഈ വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഹൈക്കോടതി അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത്. ലൈംഗിക ചുവയുടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നതിന് ലൈംഗിക അതിക്രമം എന്ന് പറയാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബോബി ഒളിവിൽ പോകാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് 4 വശത്തുനിന്നും അത്തരത്തിൽ പൂട്ടിയിട്ടാണ്, അതായത് എല്ലാ പഴുതുകളും അടച്ച ശേഷമാണ് ഈ അറസ്റ്റ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അറസ്റ്റിനുള്ള നീക്കം ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസ് അതിൽ ഇനിഷ്യേറ്റീവ് എടുത്ത ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം പ്രോസിക്യൂഷൻ കോടതി ചൂണ്ടിക്കാട്ടി. കാരണം ഇതൊരു വ്യവസായിയാണ്, ഏത് ജാമ്യം ലഭിച്ചാൽ തന്നെ വേണമെങ്കിൽ പുറത്തേക്ക് വിദേശത്തേക്ക് പോയി കളയാം, അതല്ലെങ്കിൽ ഒളിവിൽ പോയി കളയാം, ആ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകേണ്ട സാഹചര്യമില്ല ഇപ്പോൾ. മാത്രമല്ല IPC അല്ല ഇപ്പോഴത്തെ നിയമം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകളാണ് BNS വകുപ്പുകൾ പ്രകാരം ചുമത്തിയിട്ടുള്ളത്. തന്നെയല്ല പ്രതി പരാമർശങ്ങളൊക്കെ ആവർത്തിക്കുകയാണ്, അതായത് കുറ്റബോധമില്ല, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇത്രയും സമൂഹം മുഴുവൻ അതിനെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങൾ